നമസ്കാരം. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച കേസിൽ വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ പോക്സോ ചുമത്തി. DCC അംഗമായ OM ജോർജിനെതിരെയാണ് വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന ആദിവാസി ദമ്പതികളുടെ മകളായ 17-കാരി പരാതി നൽകിയത്. ഒളിവിലായ ജോർജിനെ പിടികൂടാൻ പോലീസ് നീക്കം തുടങ്ങി. DCC മുൻ ജനറൽ സെക്രട്ടറിയും ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ OM ജോർജ് 1.5 വർഷമായി 17-കാരിയായ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. ജോർജ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച സന്ദേശം കണ്ട മാതാപിതാക്കൾ കുട്ടിയെ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പെൺകുട്ടിയുമായി സംസാരിച്ചതിന് ശേഷമാണ് പീഡനം സ്ഥിരീകരിച്ചത്. വിവരം പോലീസിന് കൈമാറിയെങ്കിലും യഥാസമയം നടപടി സ്വീകരിച്ചില്ലെന്നും ജോർജിന് രക്ഷപ്പെടാൻ അവസരം നൽകിയെന്നും ആക്ഷേപമുണ്ട്. ജോർജിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. ജോർജിനെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് വയനാട് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണനും പ്രതികരിച്ചു. ഒരു നിലപാടുമില്ല. അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണം നടത്തും. മാത്രമല്ല, അദ്ദേഹം കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നത്തേക്കുമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കും. OM ജോർജ് മൈസൂരിലേക്ക് കടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. SMS DYSP കുബേരൻ നമ്പൂതിരിക്കാണ് അന്വേഷണ ചുമതല. ഇതിനെക്കുറിച്ച് ഒന്നും പറയാം. ഈ കുട്ടിയുടെ 164 അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഉടനെ ഉണ്ടായേക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. News 18 വയനാട്. OM ജോർജിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. വിവരങ്ങളുമായി ബിനേഷ് കുമാർ ചേരുന്നു. ബിനേഷ് കുമാർ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, OM ജോർജിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് വേണ്ടി വർക്കിംഗ് പ്രസിഡന്റായ കൊടിക്കുന്നിൽ സുരേഷാണ് ഇത് സംബന്ധിച്ച് വയനാട് DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണന് കത്ത് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നത്. കാരണം പെൺകുട്ടി നേരിട്ട് പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ജോർജിനെതിരെ സുൽത്താൻ ബത്തേരി പോലീസ് പോക്സോ ചുമത്തിയിരുന്നു. ജോർജ് ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും രാവിലെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവന ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും ഒരു രീതിയിലും പാർട്ടി ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കില്ലെന്ന നിലപാടും സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് OM ജോർജിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പീഡനം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 വർഷത്തോളമായി, അതായത് പെൺകുട്ടിക്ക് 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പീഡനം നടന്നിട്ടുള്ളത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ OM ജോർജിന്റെ വീട്ടിൽ ജോലിക്കാരായിരുന്നു. ഇവിടെ എത്തിയിരുന്ന കുട്ടിയെ ഇദ്ദേഹം 1.5 വർഷമായി പീഡിപ്പിക്കുകയായിരുന്നെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, അതായത് ഒരാഴ്ച മുമ്പ്. അതിനുശേഷമാണ് ഈ സംഭവം പുറത്തറിയുന്നതും പിന്നീട് ഇത് ഇന്നലെ പോലീസ് കേസെടുക്കുന്നു, പിന്നെ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇത്ര വിവാദങ്ങൾ സൃഷ്ടിച്ചും. ശരി ബിനേഷ്, നന്ദി വിവരങ്ങൾക്ക്. പീഡന കേസിൽപ്പെട്ട OM ജോർജിനെ പുറത്താക്കി വിവാദങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രളയത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കുമിടെ സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് സാമ്പത്തിക സർവേ. കഴിഞ്ഞ വർഷം 6.22% വളർച്ചാ നിരക്ക് 7.18% വർദ്ധിച്ചത്. ഓരോ പൗരന്മാരുടെയും പ്രതിശീർഷ വരുമാനത്തിലും വർധനയുണ്ടായെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. പ്രളയമുണ്ടായിരുന്നില്ലെങ്കിൽ വലിയ വളർച്ച ഉണ്ടാകുമായിരുന്നെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പ്രളയം മൂലം വളർച്ചാ നിരക്കിൽ 1.5% കുറവാണുണ്ടായത്. നമ്മളൊരു 1.5% വളർച്ച നിരക്ക് താഴേക്കും. കാരണം പ്രളയം മൂലം സ്വത്തുക്കൾ മാത്രമല്ല നശിച്ചിട്ടുള്ളത്. ഇത് 2 മാസക്കാലം സാമ്പത്തിക സ്തംഭനം വരുന്ന സംസ്ഥാനം. ഒരു മാന്യകാലത്തെന്ന പോലെ തന്നെ സർക്കാരിന് ചെലവ് ചുരുക്കാനല്ല, ചെലവ് വർദ്ധിപ്പിക്കാനാണ് ബഡ്ജറ്റ് പരിശ്രമിക്കുന്നത്. റവന്യൂ കമ്മി 2016-17 2.51 ആയിരുന്നത് ഇപ്പോൾ 2.46 ആയിട്ടുണ്ട്. ചെറിയൊരു കുറവ്. ധനക്കമ്മി 4.29 ആയിരുന്നത് 3.91 ആയിട്ട് കുറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി BV അരുൺ ചേരുന്നു. അരുൺ, ഈ പ്രളയം പോലുള്ള സംഗതികൾ ഉണ്ടായിട്ട് പോലും നമുക്ക് സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടായത് എന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? ബജറ്റ് ഏത് വിധത്തിലുള്ളതായിരിക്കും?
സനീഷ്, സംസ്ഥാന ബജറ്റ് മുന്നോടിയായാണ് സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വച്ചത്. 2016-17 സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ചാ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. 6.22% കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. ഇത് ദേശീയ ശരാശരിയേക്കാൾ പിറകിലായിരുന്നു. 1984 ശേഷം ആദ്യമായാണ് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിക്കും താഴെ പോകുന്നത്. എന്നാൽ ഇത്തവണ അത് വർദ്ധിച്ചിരിക്കുന്നു. 7.18% സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. ദേശീയ ശരാശരി ഇത് 6.68% മാത്രമാണ്. സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിലും വർധനയുണ്ട്. 1,48,000 രൂപയാണ് 48,927 രൂപയാണ് പ്രതിശീർഷ വരുമാനം. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് സ്ഥിരമാകില്ലെന്ന് മന്ത്രി തോമസ് ഐസക് പറയുന്നു. പ്രളയം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അടുത്ത സാമ്പത്തിക വർഷം 1.5% സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. കാരണം 2 മാസത്തോളം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ പൂർണ്ണമായും സ്തംഭിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ ഒരു വളർച്ച ഉണ്ടാകില്ല എന്ന് ധനമന്ത്രി ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുകൂടി മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് ബജറ്റിൽ വരാൻ പോകുന്നത്. ബജറ്റിൽ ഈ ഒരു മാന്യകാലത്തിലെ എന്ന പോലെ ഇടപെടലുണ്ടാകും. അതായത് സംസ്ഥാനത്തെ ചെലവുകൾ ചുരുക്കുകയില്ല, ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതൊരു സാമ്പത്തിക മുരടിപ്പ് ഉണ്ടാകാത്ത തരത്തിലുള്ള ഉത്തേജനമായി മാറുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. സംസ്ഥാന ധനക്കമ്മിയും അതുപോലെ റവന്യൂ കമ്മിയും കുറവ് വന്നിട്ടുമുണ്ട്. സനീഷ്, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. UDF-നെ വട്ടം കറക്കി 3-ാം സീറ്റ് ചോദിച്ച് മുസ്ലിം ലീഗ്. 3-ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ഏത് സീറ്റാണ് എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. 3-ാം സീറ്റ് ചോദിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും പറയുമ്പോഴാണ് ബഷീർ നിലപാട് വ്യക്തമാക്കിയത്. KM മാണി രാഹുൽ ഗാന്ധിയോട് നേരിട്ട് 2-ാം സീറ്റ് ചോദിച്ചതിന് പിന്നാലെയാണ് ലീഗ് 3-ാം സീറ്റിനായി രംഗത്തെത്തിയത്. 3-ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ആവശ്യം UDF-ൽ ഉന്നയിക്കുമെന്നും ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. ലീഗിന് ഒരു 3-ാം പാർലമെന്റ് സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട്. ഞങ്ങൾ ചോദിക്കും. ഏത് സീറ്റ് ചോദിക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. അതല്ലാതെ ഇപ്പോൾ ഏതാണ് എന്താണ് എങ്ങനെ എന്നീ ഘട്ടത്തിൽ പറയാൻ നോക്കില്ല. ലീഗിന് 3-ാം സീറ്റിന് അർഹതയുള്ളതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആവശ്യപ്പെടും. അത് വ്യക്തമാണ്. നിയമസഭാ പ്രാതിനിധ്യത്തിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകളും വെച്ചാണ് ലീഗ് 3-ാം സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. മുൻകാലങ്ങളിലും പാർട്ടിയിൽ ഉയർന്ന ഈ ആവശ്യം ആദ്യമായാണ് ഇത്രത്തോളം ശക്തമാകുന്നത്. വയനാട്, കാസർകോട്, വടകര സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നാണ് മുസ്ലിം ലീഗിനുള്ളിൽ ഉയരുന്ന ആവശ്യം. അതേസമയം 3-ാം സീറ്റ് ചോദിക്കാൻ പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും നിലപാട് വ്യക്തമാക്കിയിരിക്കെയാണ് ET മുഹമ്മദ് ബഷീർ ആവശ്യം പരസ്യപ്പെടുത്തി രംഗത്തെത്തിയത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 3-ാം സീറ്റ് ചോദിക്കാതിരുന്നതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ട്. ഇതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൂടിയാണ് ET മുഹമ്മദ് ബഷീറിന്റെ പരസ്യ പ്രസ്താവന. മുഹമ്മദ് ഷഹീദ്, News 18 കോഴിക്കോട്. കേരള കോൺഗ്രസ് എമ്മിൽ പിളർപ്പുണ്ടായാൽ നേട്ടമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം മാണിയെ വിട്ട് പുറത്തുവന്നാൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാൻസിസ് ജോർജും കൂട്ടരും. മാണിക്ക് ഒപ്പമുള്ള അതൃപ്തർ പുറത്തുവരണം എന്ന നിലപാട് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വിട്ടുപോയി ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച ഫ്രാൻസിസ് ജോർജും ഒപ്പമുള്ളവരും പുതിയ സംഭവവികാസങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജോസഫിനൊപ്പമുള്ളവർ അതൃപ്തരാണെന്ന് ഇവർ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവരെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ശക്തമാക്കുന്നത്. ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. പഴയ ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിച്ചാൽ LDF-ൽ മികച്ച പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുവഴി മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാം. എന്നാൽ മാണിയെ പിരിഞ്ഞാലും LDF-ലേക്ക് പോകാൻ ജോസഫ് തയ്യാറാകുമോ എന്ന് ഇനിയും വ്യക്തമല്ല. PJ ജോസഫിനൊപ്പമുള്ളവരുമായി അനൗപചാരിക ചർച്ചകൾ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. News 18 കോട്ടയം. കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി BJP-യെ വെള്ളപൂശുകയാണ് ചെയ്തതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPM-നെ വിമർശിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ശബരിമലയിലടക്കം അവസരവാദ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് എന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ അത് BJP-ക്ക് അനുകൂലമായ കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം CPM-നെ മുഖ്യശത്രുവായി കാണുകയും BJP-യെ വെള്ളപൂശുകയും ചെയ്തൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുന്ന സീറ്റുകളെക്കുറിച്ച് ഇന്ന് ധാരണയാകും. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. പാർട്ടി സംസ്ഥാന കൌൺസിൽ യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് ചേർത്തലയിൽ തുടങ്ങും.
8 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും BDJSന് 5 സീറ്റ് നൽകുന്ന കാര്യത്തിൽ BJPക്ക് അനുകൂല നിലപാടാണ്. എന്നാൽ ഇതിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉൾപ്പെടുത്തില്ല. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ A+ പട്ടികയിൽ പാർട്ടി ഉൾപ്പെടുത്തിയ തൃശൂരോ പാലക്കാടോ നൽകാൻ തയ്യാറായേക്കും. ആലപ്പുഴ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, ചാലക്കുടി, ആലത്തൂർ മണ്ഡലങ്ങൾ പരിഗണിക്കാനാണ് BDJSനോട് BJP ആവശ്യപ്പെടുന്നത്. എന്നാൽ മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കാനാകുന്ന മണ്ഡലങ്ങൾ വേണമെന്നാണ് BDJSന്റെ നിലപാട്. തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്നതിനെക്കുറിച്ചും സംസ്ഥാന കൌൺസിൽ ധാരണയിലെത്തും. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറാകില്ലെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്ന സൂചന. SNDP ശക്തികേന്ദ്രമായ കണിച്ചുകുളങ്ങര ഉൾപ്പെടെയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ BDJS മത്സരിക്കാനിടയില്ല. BDJS പ്രാദേശിക ഘടകങ്ങളുടെ പുനഃസംഘടനയാണ് യോഗത്തിന്റെ മറ്റൊരു അജണ്ട. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടനയും ഉണ്ടാകും. മുന്നോക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണത്തിൽ BDJSന് കടുത്ത അതൃപ്തിയുണ്ട്. ഇക്കാര്യവും യോഗത്തിൽ ചർച്ചയായേക്കും. BDJSന്റെ ശക്തി തെളിയിക്കാൻ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരരംഗത്ത് എത്തുമോ എന്നതാണ് ഇന്നത്തെ യോഗശേഷം കാത്തിരുന്ന് കാണേണ്ടത്. തുഷാർ രംഗത്തെത്തിയാൽ വിജയസാധ്യതയുള്ള സീറ്റുകളൊന്നും നൽകാൻ BJPയും തയ്യാറാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ അഷ്റഫ് മുഹമ്മദിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. CPM ഓഫീസ് റെയ്ഡ് ചെയ്ത SP ചൈത്ര തെരേസ ജോണിനെതിരായ നടപടിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്ന്. വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കാര്യമായ അച്ചടക്ക നടപടിക്ക് സർക്കാർ തയ്യാറാകില്ല എന്നാണ് സൂചന. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു DGPയുടെ പ്രതികരണം. നടപടി ആവശ്യത്തിൽ CPM ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുകയുമാണ്. ചൈത്ര തെരേസ ജോണിന്റെ വിവാദ പരിശോധന സംബന്ധിച്ച പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാത്ത പോലീസ് റിപ്പോർട്ടിൽ ഇനി മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകം. റിപ്പോർട്ട് കൈമാറിയ കാര്യം DGPയും സ്ഥിരീകരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ CPM ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് എന്തായാലും സർക്കാർ തലത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് CPM വൃത്തങ്ങൾ നൽകുന്നത്. നടപടി സ്വീകരിക്കേണ്ടതൊക്കെ ഗവൺമെന്റാണ്. ഞങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി ഓഫീസിൽ പരിശോധന നടത്തിയതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നാണ് സർക്കാർ തലത്തിലെ ധാരണയെന്നാണ് സൂചന. ഇതിനിടെ രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ചൈത്ര തെരേസ ജോണും പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ട്രാഫിക് പോലീസിനെ റോഡിൽ വെച്ച് ആക്രമിച്ച കേസിൽ SFI നേതാവ് കീഴടങ്ങി. SFI ജില്ലാ കമ്മിറ്റി അംഗം നസീമാണ് കീഴടങ്ങിയത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എവിടെ വെച്ചാണ് ഇയാൾ കീഴടങ്ങിയത്? എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നസീം കീഴടങ്ങുകയായിരുന്നു. ഇതോടുകൂടി കേസിൽ 5ാമത്തെ ആളാണ് കീഴടങ്ങുന്നത്. ഈ ഡിസംബർ 12-നാണ് പാളയത്ത് നട റോഡിൽ വെച്ച് പോലീസുകാരനെ ട്രാഫിക് തർക്കവുമായി ബന്ധപ്പെട്ട് വാഹനം തിരിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത്. ഇതിൽ നസീം കഴിഞ്ഞ കുറച്ചു കാലമായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നസീം ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നസീമിന്റെ കീഴടങ്ങൽ. നേരിട്ടെത്തി കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതിനു മുൻപ് SFI പ്രവർത്തകരായ 4 പേർ കീഴടങ്ങിയിരുന്നു. ആരോമൽ, രജിത്ത്, അഖിൽ, ഹൈദർ എന്നിവരാണ് കീഴടങ്ങിയത്. ഇനി ഒരാൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട്. നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശ ഭൂമിക്ക് കരം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് സിവിൽ കേസ് നടത്തുന്നത് പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഹാരിസണിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ നിന്ന് ഹാരിസണിന് ലഭിച്ച 38,000 ഏക്കർ ഭൂമി പോക്കുവരവ് ചെയ്തു നൽകി കരം സ്വീകരിക്കാനായിരുന്നു ഉദ്യോഗസ്ഥ നീക്കം. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമെടുപ്പിക്കാനുള്ള റവന്യൂ സെക്രട്ടറിയുടെ ശ്രമം റവന്യൂ മന്ത്രി തടയുകയായിരുന്നു. ഭൂമിക്ക് കരമടപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. കരം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്നും റവന്യൂ മന്ത്രി. ഹാരിസൺ വിറ്റൊഴിഞ്ഞ തെന്മലയിലെ റിയ എസ്റ്റേറ്റിൽ നിന്ന് നികുതി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ മറപിടിച്ചായിരുന്നു ഹാരിസണിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് 7,000 കോടി രൂപ ലഭിച്ചിട്ടും 25% പോലും സർക്കാർ ചെലവാക്കിയില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കേരള പുനർനിർമ്മാണം സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണെന്ന് VD സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷാരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ ഇടപെടൽ മാതൃകാപരമാണെന്നും റവന്യൂ മന്ത്രി മറുപടി നൽകി. ദുരിതബാധിതരെ സർക്കാർ പെരുവഴിയിൽ ഉപേക്ഷിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. പ്രളയ ദുരിതാശ്വാസത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണം ചിലവഴിക്കുന്നില്ലെന്ന് ആരോപിച്ച VD സതീശൻ പണം സെക്രട്ടേറിയറ്റിൽ പൂട്ടിവെച്ചിരിക്കുന്നത് എന്തിനെന്നും ചോദിച്ചു. പ്രളയത്തിൽ തകർന്ന വീടുകളുടെ എണ്ണം കുറച്ചു കാണിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്
ചുവപ്പ് നാടയിൽ കുരുങ്ങി സെക്രട്ടേറിയറ്റിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പൂർണ്ണമായി തകർന്ന വീടുകളുടെ എണ്ണം 16,000-ത്തിലധികമായിരുന്നു. ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വായിച്ചത്. പക്ഷേ ഈ നിയമസഭാ സമ്മേളനത്തിൽ പൂർണ്ണമായി തകർന്ന വീടുകളുടെ എണ്ണം 13,000-ൽ ചെല്ലാനായി കുറഞ്ഞിരിക്കുന്നു. 3,000 വീടുകൾ, ആദ്യത്തെ ലിസ്റ്റിൽ വന്ന 3,000 വീടുകൾ എവിടെ പോയി? പൂർണ്ണമായി വീട് നഷ്ടമായവർക്കുള്ള വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് റവന്യൂ മന്ത്രി മറുപടി നൽകി. അപ്പീൽ പരിഗണിച്ച് അർഹതപ്പെട്ടവരെ ഇനിയും ഉൾപ്പെടുത്തും. ഫെബ്രുവരി 15-നകം എല്ലാവർക്കും സഹായം നൽകുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള നടപടികളിലും ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടി മാതൃകാപരമാണ്. അത് മഹാഭൂരിപക്ഷം വരുന്ന ഈ പ്രളയബാധിതരായ ജനങ്ങളോടുള്ള അനുഭാവപൂർവമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാർ തുടർന്നും ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് സാർ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് പുനർനിർമ്മാണത്തിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ഒരു പുനർനിർമ്മാണവും സർക്കാർ നടത്താൻ പോകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം തുടങ്ങി. മുഴുവൻ ദുരിതബാധിതരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാമൂഹ്യ പ്രവർത്തക ദയാബായി അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളുമായാണ് അമ്മമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്നത്. 2017 സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ 1905 ദുരിതബാധിതർ ഇപ്പോഴും സർക്കാർ പട്ടികയ്ക്ക് പുറത്താണ്. ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സയും മറ്റ് സഹായങ്ങളും അനുവദിക്കണമെന്നാണ് അമ്മമാരുടെ ആവശ്യം. ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങി 14 ആവശ്യങ്ങളും എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. 2016 സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു. ഡെവലപ്മെന്റ് വിക്ടിംസ് ഒരുപാടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുഴുവനും ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന, വികസനം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊല്ലുന്നു. സർക്കാർ നാടകം കളിക്കുകയാണെന്ന് ദയാഭായി പറഞ്ഞു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദയാഭായി ഏകാംഗ നാടകം അവതരിപ്പിച്ചു. സമരത്തിന് പിന്തുണ അറിയിച്ച് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സമരപന്തലിലെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണവില പവന് 25,000 രൂപയിലേക്ക്. ഇന്ന് 200 രൂപ കൂടി 24,600 രൂപയായി വില. 3,075 രൂപയാണ് 1 ഗ്രാമിന്റെ വില. ആഴ്ചകളായി തുടരുന്ന വിലക്കയറ്റം, ദിവസവും പുതിയ റെക്കോർഡ്. തൊട്ടാൽ പൊള്ളുന്ന വിലയിലേക്കാണ് സ്വർണ്ണ വിപണിയുടെ കുതിപ്പ്. പവന് 1,00,000 ലക്ഷം തികയാൻ ഇനി 400 രൂപ കൂടി മതി. 3,500 രൂപയായിരുന്നു ഇന്നലെ 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്ന് 25 രൂപ വർദ്ധിച്ചു. പവന് 200 രൂപ കൂടി 24,600 രൂപയിലെത്തി. വരും ദിവസങ്ങളിലും വില വർധന തുടരാനാണ് സാധ്യതയെന്ന് സ്വർണ്ണ വ്യാപാരികൾ. സ്വർണത്തിന് ഇപ്പോ റെക്കോർഡ് വിലയാണ്. ഏകദേശം 1 ഗ്രാമിന് അടുത്ത ദിവസങ്ങളിൽ ഒരു 3,500 രൂപ വരെ എത്താമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹ സീസൺ ആരംഭിച്ചതും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണ ഇറക്കുമതി കുറഞ്ഞതും നിരക്കുയരാൻ ഇടയാക്കി. അത്യാവശ്യം ആയതുകൊണ്ട് വാങ്ങാൻ വന്നതാണ്. ഇന്നത്തെ അത് വാങ്ങി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വില കൂടുകയാണെങ്കിൽ വാങ്ങേണ്ടാവില്ല. ഇന്നത്തെ എന്തായാലും വാങ്ങിയ നിവൃത്തിയുള്ളൂ. ജനുവരി 26-നാണ് സ്വർണ്ണവില എക്കാലത്തെയും വലിയ ഉയരത്തിലെത്തിയത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. വാർത്തകൾ തുടരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആകുമെന്ന് കരുതുന്ന കേന്ദ്ര ബജറ്റ് വെള്ളിയാഴ്ച അവതരിപ്പിക്കും. കാർഷിക കടം എഴുതിത്തള്ളുന്നതും ദുർബല വിഭാഗങ്ങൾക്ക് അക്കൌണ്ടിലേക്ക് പണമെത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് നടക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെ പ്രഖ്യാപിക്കും? സാധ്യത 1. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക കടാശ്വാസ പ്രഖ്യാപനം. 2. നെല്ലിന്റെയും ഗോതമ്പിന്റെയും താങ്ങുവില ഇരട്ടിയായെങ്കിലും വർദ്ധിപ്പിക്കും. 3. ആദായ നികുതി നൽകേണ്ട വരുമാന പരിധി ഉയർത്തിയേക്കും. 4. പാവപ്പെട്ടവർക്കായി അക്കൌണ്ടിൽ നേരിട്ട് പണമെത്തിക്കുന്ന പുതിയ സഹായ പദ്ധതി. 5. അരമണിക്കൂറിൽ 1 കോടി രൂപയുടെ ചെറുകിട വ്യവസായ വായ്പ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ സർവകക്ഷി യോഗം വിളിച്ചു. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സ്പീക്കർ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടും. ഓട്ടോൺ അക്കൌണ്ട് മാത്രമാണെങ്കിലും കണക്കുകളിലായിരിക്കില്ല ഈ ബജറ്റിന്റെ ഊന്നൽ. 2009 പ്രണബ് മുഖർജി അവതരിപ്പിച്ച 1ാം UPA സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ബജറ്റ് മാതൃകയായിരിക്കും നരേന്ദ്രമോദി സർക്കാരും പിന്തുടരുക. KP അഭിലാഷ്,
ന്യൂസ് 18 ഡൽഹി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചു. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാനാണ് നീക്കം. വോട്ടിംഗ് യന്ത്രം NDA ആക്രമിക്കാനുള്ള വിഷയമാക്കി മാറ്റാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആലോചന. സംയുക്ത നീക്കത്തിനായി രാഹുൽ ഗാന്ധി വിളിച്ച പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വെള്ളിയാഴ്ച ബജറ്റ് അവതരണത്തിന് ശേഷം നടക്കും. ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്നാണ് CPM ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. വോട്ട് ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് രേഖപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവിപാറ്റ് രസീതുകൾ 50% എണ്ണണമെന്നാണ് പുതിയ ആവശ്യം. ഒരു മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളിലെ 10% വിവിപാറ്റ് രസീത് എണ്ണാനാണ് നിലവിൽ കമ്മീഷൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. പകുതി വിവിപാറ്റെങ്കിലും എണ്ണിയാലേ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനാകൂ എന്ന നിലപാടിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ നേടാനാണ് ശ്രമം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടന്ന US ഹാക്കറുടെ ആരോപണം കാര്യമായി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിഷയം സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ന്യൂസ് 18 ഡൽഹി. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ഏജൻസി. 2019 ആഗോള ഭീഷണികളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിലാണ് മുന്നറിയിപ്പ്. ഹിന്ദു ദേശീയതയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രചാരണത്തിന് BJP മുതിർന്നാൽ രാജ്യത്ത് കലാപത്തിന് സാധ്യതയേറെയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി US സെനറ്റ് സെലക്ട് കമ്മിറ്റി മേധാവി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നടത്തിയ പരിശോധന സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചു. 40ഓളം സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ സംസ്ഥാനത്തെ 53 പോലീസ് സ്റ്റേഷനുകളിലായിരുന്നു പരിശോധന. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്പാൽ കർഷക വിഷയങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് ഗാന്ധിയൻ അണ്ണാ ഹസാരെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. സ്വന്തം ഗ്രാമമായ മഹാരാഷ്ട്രയിലെ റാലേഗാൻ സിദ്ധിയിലാണ് സമരം. സാമ്പത്തിക ക്രമക്കേട് കേസിൽ കാർത്തി ചിദംബരത്തിന് സുപ്രീം കോടതിയുടെ താക്കീത്. അന്വേഷണവുമായി സഹകരിക്കാതെ മുന്നോട്ടു പോയാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കൊട്ടക്കാമ്പൂർ ഭൂമി ഇടപാട് കേസിൽ ജോയ്സ് ജോർജ് MPയെയും കുടുംബത്തെയും കുറ്റവിമുക്തരാക്കിയ അന്തിമ റിപ്പോർട്ടിന്മേൽ ഉടൻ തീരുമാനമെടുക്കാൻ തൊടുപുഴ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം. ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്.